എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് ആർക്കും വീടുകളിൽ തയ്യാറാക്കി വെക്കാൻ പറ്റിയ എള്ള് വേപ്പില പൊടിയാണ്. ഈ ഒരു പൊടി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ അമിത കൊളസ്ട്രോളും പ്രഷറൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ തലമുടി കൊഴിച്ചിൽ, നിത്യ യൗവനം നിലനിർത്താനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി പൗഡർ നമ്മുടെ വീടുകളിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കണേ. കർക്കിടക മാസത്തിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ നിത്യവും ഉണ്ടാക്കി വെക്കേണ്ടതായിട്ട് ഒരു പൊടി കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളു വേപ്പില പൊടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് എള്ള വേപ്പില പൊടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു കപ്പ് അളവില് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. എള്ളെടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഉണക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഒരു ടവൽ വെച്ച് തുടച്ച് നമുക്കിതുപോലെ ചട്ടിയിൽ വറുത്തെടുക്കാവുന്നതാണ്. ധാരാളം കല്ലുമണ്ണൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു കറുപ്പ് കിട്ടുന്നതിനായിട്ട് നല്ല ബ്ലാക്ക് കളറൊക്കെ കുറച്ച് ചേർത്തൊക്കെയാണ് നമ്മുടെ കയ്യിലേക്ക് എള്ള് കിട്ടുന്നത്. ഇത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി എടുക്കുമ്പോഴേക്കും ആ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് കുറഞ്ഞു വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഈ എള്ള് നല്ലതുപോലെ ഒന്ന് ചുവക്കെ വറുത്തെടുക്കാം. എള്ള് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ തലമുടി വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും യുവത്വം നിലനിർത്താനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ എത്ര മുടി കൊഴിച്ചിലുള്ള ആൾക്കാരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ തലമുടി നന്നായിട്ട് തന്നെ വളരുകയും ഇനിയിപ്പോ പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലാതെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ ആ ഒരു ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. അധികമൊന്നും ബുദ്ധിമുട്ടില്ല നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട്. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഒരു 7 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാട്ടാ. ഒരുപാട് അളവിലൊന്നും ഉണ്ടാക്കി വെക്കരുത്, കുറഞ്ഞ അളവിൽ മാത്രം ഉണ്ടാക്കി വെക്കാട്ടാ. അതുപോലെ നിങ്ങൾ എള്ള് കഴുകുമ്പോൾ 1/2 കിലോയോ 1 കിലോനൊക്കെ വാങ്ങി ഒന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെക്കുക. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും എള്ള്. എള്ളിപ്പോ നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളെടുത്ത് മാറ്റാം. എള്ള് വറുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് അളവില് അവില് കൂടെ ചേർക്കാം. ഈ അവിലും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോ അവിലും നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇവിടെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വാരി ഒടിച്ചു നോക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കേണ്ടത്. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ച് തന്നെ വേണം വറുത്തെടുക്കാനായിട്ട്. അവിലും നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 6 കണ്ടോളം ഇവിടെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ലതുപോലെ കഴുകിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ ഒരു പേടിയും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോ കറിവേപ്പിലയും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് മാറ്റിയാൽ പിന്നെ നമുക്കൊരു 1/4 കപ്പോളം ബദാം പരിപ്പാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബദാം പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്പം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബദാം പരിപ്പും ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ബദാം പരിപ്പും ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തിരുമിയ നാളികേരമാണ്. ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരുവായി വന്നാൽ മതിയാകും. അങ്ങനെ നാളികേരത്തിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലൊരു പരുവമായാലും മതിയാകും. ഒരുപാട് നേരം ഒന്നും മുരിയിച്ചെടുക്കരുത്. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെയൊക്കെ എല്ലാം ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് പൊടിച്ചുകൂടി എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ ചൂടാറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ചേരുവകളുടെ ചുടക്കൊന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യമേ നമുക്ക് വേപ്പില പൊടിച്ചെടുക്കാം. നല്ല ഉണങ്ങിയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് വേപ്പില വാരിയിട്ട് കൊടുക്കാം. വേപ്പില നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. വേപ്പില ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് എള്ള് പൊടിച്ചെടുത്തിട്ട് വരാം. എള്ള് നമുക്ക് ഇതുപോലെയാണ് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേ പാത്രത്തിലേക്ക് മാറ്റാം. അവിലും ബദാം പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്കിതിലേക്ക് തോല് മാറ്റിയതിന് ശേഷം ഏലക്ക കൂടി ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട്. 6 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അവിലും ബദാം പരിപ്പും കൂടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് തന്നെ ചേർക്കാം. ഇനി പൊടിച്ചെടുക്കേണ്ടത് നാളികേരം ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതുകൂടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നാളികേരവും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം അളവില് പൊടിച്ച ശർക്കര ചേർക്കാം. 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് തിരുമ്മിയെടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കുപ്പികളിലൊക്കെ അടിച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് കേടുപാടൊന്നും കൂടാതെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ
ഇത് ഒരു 2 ആൾക്ക് ഒരാഴ്ചത്തേക്കുള്ള പൊടി ഉണ്ടാകും. ശർക്കര പൊടി ഇതിലേക്ക് നേരിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കി അതിലേക്ക് പൊടി ചേർത്ത് ഉണ്ടയാക്കിയിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോ ഈ ഒരു രീതിയിലാണ് കഴിക്കാനും പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും വീടുകൾ തയ്യാറാക്കി വെക്കണേ. ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമ്മുടെ തലമുടി വളർച്ചയ്ക്കും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്തുന്നതിനും വരെ പ്രതിരോധ ശേഷി കൂട്ടുന്നത് ഗുണകരമായിട്ടുള്ള ഈ ഒരു ഹെൽത്തി പൗഡർ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി വെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും കാണാം.